ഹായ് ആസ്പിരൻസ്. അപ്പോൾ എല്ലാവർക്കും സൈലന്റ് ബാങ്കിങ്ങിന്റെ മറ്റൊരു ബ്രീഫ് വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് എക്സാമിൽ അപ്കമ്മിങ് ആയിട്ട് വരുന്ന ബാങ്ക് അതുപോലെ തന്നെ ഇൻഷുറൻസ് എക്സാമിൽ എങ്ങനെ എഫക്റ്റീവായിട്ട് ക്വാണ്ടിന്റെ പ്രിപ്പറേഷൻ നടത്താം എന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ നല്ല രീതിയിൽ തന്നെ ക്വാണ്ടിന്റെ അപ്രോച്ച് മെയ്ഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം അറിയേണ്ടത് എന്താണ്, നമുക്ക് ക്വാണ്ടിന്റെ സിലബസ് ഏതാണെന്ന് എക്സാക്ട്ലി അറിയണം അല്ലേ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാങ്ക് എക്സാമില് ക്വാണ്ടിൽ പഠിക്കാനുള്ള സബ്ജക്ട്സ് അല്ലെങ്കിൽ ക്വാണ്ടിൽ കവർ ചെയ്ത് പോകേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് കേട്ടോ. ഓക്കെ, എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, 14. അപ്പൊ ഇത് വരെ ഉള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പ്രധാനമായിട്ടും അറിയേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കേട്ടോ. ഒരു 10-11 ടോപ്പിക്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, എക്സാക്ട്ലി മാത്സിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ പഠിച്ചു പോകാനുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓർഡറിൽ തന്നെ വേണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ, ക്വാണ്ടിൻ്റെ സബ്ജക്റ്റുകൾ പഠിച്ചു പോകാൻ കേട്ടോ. ഒരിക്കലും മിക്സഡ് ആയിട്ട് പഠിച്ചു പോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് കണക്ഷൻ കിട്ടില്ല. കാരണം ക്വാണ്ടിൽ ഓരോ സബ്ജക്റ്റും അടുത്ത സബ്ജക്റ്റുകളായിട്ട് ഓരോ ചാപ്റ്റേഴ്സും അടുത്തടുത്ത ചാപ്റ്റേഴ്സ് ആയിട്ട് എന്തായിട്ടായിരിക്കും വരിക, കണക്റ്റഡ് ആയിട്ടായിരിക്കും വരിക അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതേ ഓർഡറിൽ പഠിച്ചു പോയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വളരെ എഫക്റ്റീവായിട്ട് ക്വാണ്ടിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് നോക്കാം ജസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ ആണ് അല്ലേ. അപ്പോൾ ഇത് എന്താണ് മെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ച ബോർഡ് മാസ് റൂളില്ലേ, അതിൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ച ബോർഡ് മാസിന്റെ കണ്ടന്റ് ആണ് ഈ സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി സ്ട്രോങ് ആക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഏതാണ് വരിക, കാൽക്കുലേഷന്റെ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ ഇംപ്രൂവ് ചെയ്യണം അല്ലെ. അപ്പൊ കാൽക്കുലേഷന്റെ സ്പീഡ് എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ 2 ഡിജിറ്റ്സ് 3 ഡിജിറ്റ്സ് 3 ഡിജിറ്റ്സ് 2 ഡിജിറ്റ്സ് അതുപോലെ തന്നെ സ്ക്വയേഴ്സ്, ക്യൂബ്സ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇതൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് അറിയണം കേട്ടോ. കാൽക്കുലേഷൻ ടെക്നിക്സിനെ കുറിച്ചിട്ട് വളരെ നല്ല രീതിയിലുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സിംപ്ലിഫിക്കേഷനിൽ നമുക്ക് നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. മോസ്റ്റ്ലി ഒരു പ്രിലിംസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തുണ്ടാകും, ഏകദേശം ഒരു 10% 10-20% വരെയുള്ള ക്വസ്റ്റ്യൻസ് സിംപ്ലിഫിക്കേഷൻ വരാറുണ്ട്. ഓക്കെ, ഏകദേശം 20% 25% വരെയൊക്കെ വരാറുണ്ട്. അപ്പം അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒരു കണ്ടന്റ് ആണ് സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്ത് പോകേണ്ടതാണ്, പഠിച്ചു പോകേണ്ടതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയുന്നത് സീരീസ് ആണ് അല്ലേ. നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയുന്ന ഒരു കേസ് തന്നെയായിരിക്കും സീരീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ 2 4 6 8 എങ്കിൽ അടുത്ത നമ്പർ എത്ര, ഇങ്ങനെ എളുപ്പമുള്ളതായിരിക്കില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എളുപ്പമുള്ളതും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ചോദിച്ചു പോവാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റുകളാണ്. ഓക്കെ, ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റ് ആണ് സീരീസിൽ നമുക്ക് മോസ്റ്റ്ലി എന്ത് ചെയ്യാറുള്ളത്, ചോദിച്ചു പോകാറുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അതായത് AX² + BX + C = 0. അതായത് ഇതിന്റെ കൺസേൺഡ് ആയിട്ടുള്ള കുറെ കാൽക്കുലേഷൻസും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. പക്ഷെ നമ്മൾ ഒരിക്കലും ഈ ഒരു കൺസേൺ ഫോർമുല വെച്ച് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതിന്റെ ട്രിക്സും അതുപോലെ തന്നെ കുറെ ഈസി അപ്രോച്ചിലൂടെ എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ 3 നമ്മൾ പഠിച്ചാൽ തന്നെ, ഈ 3 സെക്ഷൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധം ഒരു 50% ഓഫ് ദി മാർക്ക് വരെയൊക്കെ നമുക്ക് എന്തിലോട്ട് എത്താൻ പറ്റും, പ്രിലിംസിൽ നേടിയെടുക്കാൻ പറ്റും. കാരണം പ്രിലിംസ് ഈസ് ഓൾ എബൌട്ട് എന്താണ് വരിക, എക്സാക്ട്ലി സിംപ്ലിഫിക്കേഷൻ, സീരീസ്, ക്വാഡ്രാറ്റിക്കിനൊക്കെ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്ന ഒരു കൺസേൺഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് QA ഇൻ പ്രിലിംസ് കേട്ടോ. മെയിൻസിൽ അത് അധികം വരില്ല, പക്ഷെ പ്രിലിംസിൽ നല്ലോണം ഈ ഒരു 3 സെക്ഷനും എന്ത് കൊടുക്കുന്നതായിരിക്കും, വെയിറ്റേജ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടതാണ് ഇത് എല്ലാം എന്താണ് വരിക, എക്സാക്ട്ലി ഇവിടെ തൊട്ട് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അല്ല,
ഇവിടം തൊട്ട് ഇവിടം വരെയും നമ്മൾ മെയിൻ ആയിട്ടും എന്താ വരിക എന്ന് വെച്ചാൽ അരിത്തമെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അരിത്തമെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ തന്നിരിക്കുന്ന ഇതേ ഓർഡറിൽ തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്ത് പോകാൻ, അരിത്തമെറ്റിക്കിന്റെ സെക്ഷൻ QAയിൽ പഠിച്ചു പോകാൻ കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും വരില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു ഓർഡറിൽ പഠിച്ചു പോയാൽ വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, QAയിൽ നല്ലൊരു ബേസും അതുപോലെ തന്നെ നല്ലൊരു അപ്രോച്ചും കിട്ടുന്ന എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 100% അഷ്വർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ രണ്ട് ടോപ്പിക് എന്ന് പറയുന്നത് അല്ലെ. ഏതൊക്കെയാണ് വരിക എക്സാക്ട്ലി, റേഷ്യോ ആൻഡ് പ്രപ്പോർഷനും അതുപോലെ തന്നെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ റേഷ്യോ ആൻഡ് പ്രപ്പോർഷനും പെർസെൻറ്റേജും നിങ്ങൾക്ക് എത്രത്തോളം നല്ല രീതിയിൽ അറിയുന്നോ അത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൈനിങ് വരുന്ന, ശ്രദ്ധിക്കും നിങ്ങൾ, റിമൈനിങ് വരുന്ന ഈ കൺസേൺഡ് ആയിട്ടുള്ള പ്രോബ്ലംസും എന്ത് ചെയ്യാൻ പറ്റും, ഇത് വരില്ല. ഓക്കെ, 1 സെക്കൻഡ്. ഇതിൽ ഏത് വരെ വരാന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടം തൊട്ടിട്ട് 1 സെക്കൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മുതൽ നമുക്ക് എന്ത് വരാൻ പറ്റും, എക്സാക്ട്ലി മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ വരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എഫക്റ്റീവ് ആയിട്ട് അറിഞ്ഞു പോകാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ, അതായത് റേഷ്യോ അതുപോലെ തന്നെ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഈ രണ്ട് ടോപ്പിക്സ് എത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് അറിയുന്നോ അത്രത്തോളം നല്ല രീതിയിൽ തന്നെ ഈ റിമൈനിങ് ആയിട്ടുള്ള അരിത്തമെറ്റിക്കും കേട്ടോ, ഈ റിമൈനിങ് ആയിട്ടുള്ള അരിത്തമെറ്റിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്ത് പോകാൻ പറ്റും, ചെയ്ത് പോകാൻ പറ്റുന്നതാണ് കേട്ടോ. കാരണം എല്ലാത്തിലും എന്തുണ്ട്, ഒരു വളരെ നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു രണ്ട് ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു പോകേണ്ടതാണ് കേട്ടോ. ഓക്കെ, അതിനുശേഷമായിരിക്കണം, കാരണം പെർസെൻറ്റേജ് അറിഞ്ഞാൽ തന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസും സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ടോപ്പിക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചു പോകാൻ പറ്റും. പിന്നെ ടൈം ആൻഡ് വർക്കും പൈപ്സ് ആൻഡ് സിസ്റ്റംസും ഇത് രണ്ടും എന്താണ്, കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ടൈം ആൻഡ് വർക്കിൽ എന്താണോ കോൺസെപ്റ്റ് അതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ പൈപ്സ് ആൻഡ് സിസ്റ്റംസിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കേസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്, വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇത് രണ്ടും കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ടൈം ആൻഡ് വർക്കായിട്ട് കുറച്ച് കണക്ഷൻ ഉള്ള ടോപ്പിക്കുമാണെന്നും പറയാൻ പറ്റും കേട്ടോ. ഇനി അതുപോലെ തന്നെ ആവറേജ്, മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ അല്ലെ, ഇതും വളരെ എന്താണ്, റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇനി അതുപോലെ തന്നെ പെർമ്യൂട്ടേഷൻസ്, കോമ്പിനേഷൻസും അതുപോലെ തന്നെ പ്രോബബിലിറ്റിയും ഇത് രണ്ടും കണക്റ്റഡ് ആണ്. പിന്നെ മെൻഷുറേഷൻ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ നമുക്ക് കൂടുതലും ഈ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ, പ്രോബബിലിറ്റി, മെൻഷുറേഷൻ നമുക്ക് ചോദിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ കുറവ് കണ്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും എന്ത് ചെയ്യാറുള്ളൂ, ചോദിക്കാറുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് എന്താണ്, പൈ ചാർട്ട്, ബാർ ചാർട്ട്, അതുപോലെ തന്നെ ലൈൻ ചാർട്ട്, നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചാർട്ടിൽ നിന്നും, ടേബിൾ ചാർട്ട് അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് ചാർട്ടുകളിൽ നിന്നും നമുക്ക് എന്ത് തരാറുണ്ട്, ചോദ്യങ്ങൾ തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, അതിന്റെ ക്വസ്റ്റ്യൻസ്, സബ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതാണ് ഈ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ മീൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഡാറ്റ സഫിഷ്യൻസി, ക്വാണ്ടിറ്റി കമ്പാരിസൺ എന്നൊക്കെ പറയുന്നത് ഈ അരിത്തമെറ്റിക് എത്രത്തോളം നന്നായിട്ട് അറിയുന്നോ അത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഡാറ്റ സഫിഷ്യൻസിയും ഡാറ്റ കമ്പാരിസൺ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കോൺസെപ്റ്റ്സ് ഒക്കെ ആദ്യം ഫോളോ ചെയ്യാം. എന്നിട്ട് പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത് എങ്ങനെ തന്നെ പഠിച്ചു പോവുക, ഇതേ ഓർഡറിൽ തന്നെ പഠിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഒരിക്കലും മിസ്മാച്ച് ആയിട്ട് പഠിക്കരുത്. ആദ്യം കാൽക്കുലേഷൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക. കാൽക്കുലേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ തന്നെ നമുക്ക് സീരീസിൽ നമ്പേഴ്സ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് സീരീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കാൽക്കുലേഷൻ സ്കില്ല് എത്രയുണ്ടോ അത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് നമുക്ക് സീരീസ് ചെയ്യാൻ പറ്റും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് പഠിക്കാൻ വളരെ നല്ല രീതിയിലുള്ളൊരു മെത്തേഡ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് ടോപ്പിക്സും എഫക്റ്റീവ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെയും പഠിച്ചു പോവുക കേട്ടോ. പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കണം കേട്ടോ. ഇപ്പൊ QA എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ടൈം കൺസ്യൂമിങ് സെഷൻ ആയിട്ടാണ് പറയുന്നത്. കാരണം ഓരോ പ്രോബ്ലത്തിനും നമുക്ക് വിവിധ അപ്രോച്ചുകൾ യൂസ് ചെയ്യാം. അതിൽ ഏറ്റവും നല്ല മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടതായിട്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും ഒരു
3 hours എങ്കിലും എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം? മിനിമം ഞാൻ പറയുകയാണ് കേട്ടോ. ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെഷന് വേണ്ടിയിട്ട് ബിഗിനേഴ്സ് സ്പെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറച്ചും കൂടെയൊക്കെ നല്ല രീതിയിൽ ക്വാണ്ട് അറിയുന്നവർക്ക് ഞാനൊരു 2 മണിക്കൂറൊക്കെ പ്രിഫർ ചെയ്യുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ക്വാണ്ടിൽ കുറച്ച് ആവറേജ് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരു 3 hours ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് എക്സാംസിൻ്റെ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന കണ്ടന്റിലാണ് എക്സാംസ് വരാറുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും സെയിം കണ്ടന്റ് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. പ്രിലിംസ് ആയാലും ശരി മെയിൻസ് ആയാലും ശരി നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് വരുന്നത്? എക്സാക്ട്ലി സെയിം കണ്ടന്റാണ് വരുന്നത്. പക്ഷെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ഡിഫറെൻ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. കാരണം പ്രിലിംസിന് ഡിഫിക്കൽട്ടി ലെവൽ കുറവും അതുപോലെ തന്നെ മെയിൻസിന് കൂടുതലുമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ക്വാണ്ടിൻ്റെ എക്സാക്റ്റ് ആയിട്ടും വരുന്ന ഒരു അപ്രോച്ച് മെയിനായിട്ടും ബാങ്ക് എക്സാമിൽ വേണ്ടത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ട ഓർഡർ എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഏതൊക്കെ സബ്ജക്റ്റ് ആണ് അതിൽ മെയിനായിട്ടും ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഇതിനേക്കാട്ടിലും നമുക്ക് ഉപരി നമ്മൾ ചെയ്യേണ്ട ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്? പ്രാക്ടീസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് എത്രത്തോളം നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ക്വാണ്ടിൽ മാർക്ക് കിട്ടാൻ പറ്റുന്ന ചാൻസും കൂടുതലായിരിക്കും. ക്വാണ്ട് മാത്രമല്ല, ബാങ്ക് എക്സാമിൻ്റെ ഏത് സബ്ജക്റ്റ് ആയാലും നമ്മുടെ റെഗുലർ പ്രാക്ടീസാണ് എന്തിലോട്ട് ലീഡ് ചെയ്യുന്നത്? നമ്മളെ എത്രയും പെട്ടെന്ന് ഒരു എക്സാം ക്രാക്ക് ചെയ്യുക എന്നതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലീഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഈ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. കാൽക്കുലേഷൻ സ്പീഡ് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഏത് ഓർഡറിലാണ് പഠിച്ചു പോകേണ്ടതെന്നും നിങ്ങൾക്ക് എന്തുണ്ടാവണം? മൈൻഡിൽ നല്ലോണം ഉണ്ടാവണം കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മുടെ സൈലം ബാങ്കിങ്ങിൻ്റെ റിപ്പീറ്റേഴ്സ് ബാച്ച്, അതായത് ഓഫ്ലൈനിലാണ് ഇത് അവൈലബിൾ ആവുക നിങ്ങൾക്ക്. റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രിലിംസൊക്കെ കയറിയ കുട്ടികളുണ്ടാകും, അതുപോലെ തന്നെ മെയിൻസ് ജസ്റ്റ് കുറച്ച് മാർക്കിന് പോയ കുട്ടികളുണ്ടാകും. അങ്ങനെയുള്ളവരെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ച് കൊണ്ടുവരുന്നത്. നമ്മുടെ ഏപ്രിൽ 24 തൊട്ടിട്ടാണ് റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. എമൗണ്ട് എന്ന് പറയുന്നത് 5499 ആണ് എമൗണ്ട് വരിക. ഓക്കെ, അപ്പോൾ എല്ലാവരും അതിപ്പോൾ റിപ്പീറ്റേഴ്സ് ഏതെങ്കിലും ഒരു നല്ലൊരു ഓപ്ഷൻ നിങ്ങൾ എക്സാക്ട്ലി നിങ്ങളുടെ ബേസൊക്കെ സെറ്റാണ്, നിങ്ങൾക്ക് ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്താൽ കിട്ടുന്നുള്ളവർക്ക് ഏറ്റവും നല്ല കോഴ്സാണ് സൈലം ഓഫർ ചെയ്യുന്നത് റിപ്പീറ്റേഴ്സ് ബാച്ച് കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മുടെ ബേസ് മുതൽ നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ സ്ട്രക്ചറിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ സൈലം ബാങ്കിങ് വരുന്ന അപ്കമിങ് ഏപ്രിൽ 23 മുതൽ ഓഫ്ലൈൻ ക്ലാസ്സസും എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഴിക്കോട് മാത്രമാണ് ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിലാണ് ഉണ്ടാവുക. അപ്പോൾ 20,000 രൂപയാണ് ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. 6 മാസത്തെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രാക്ടീസ് സെഷനും അതുപോലെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇതും അതുപോലെ തന്നെ 3 മാസത്തെ വളരെ അതായത് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രാക്ടീസ് പേപ്പർ ഡിസ്കഷൻ ഡൗട്ട് ക്ലിയറൻസ് എല്ലാം വളരെ എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഓഫ്ലൈൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഏതർ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ എന്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരിക്കലും മറക്കരുത്. നിങ്ങൾ ക്വാണ്ടാണ് മെയിനായിട്ടും നിങ്ങളുടെ ഒരു വീക്ക് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, നിങ്ങളുടെ കാൽക്കുലേഷൻ സ്കില്ല് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. ഫോർ ബിഗിനേഴ്സ് ഞാൻ പറയുന്നത്, ഫോർ ബിഗിനേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേഷൻ സ്പീഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞ ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്ത് പോവുക? ഓരോ കൺസേൺഡ് ആയിട്ടുള്ള ടോപ്പിക്സും പഠിച്ചു പോവുക. എന്നാൽ മാത്രമേ ഓരോ ടോപ്പിക്സും മറ്റു ടോപ്പിക്സ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുള്ളൂ? വളരെ നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു പോവുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഫർദർ ആയിട്ടുള്ള നമുക്ക് വീഡിയോസും ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളത്, അരിത്തമെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ക്വാണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ കുറേ DI റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് കണ്ടു നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ ക്വറീസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓക്കെ സ്റ്റുഡൻസ്, എല്ലാവരും നന്നായിട്ട് പഠിച്ചു പോവുക. നിങ്ങളുടെ ഡ്രീം ജോബിലോട്ട് നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ എത്തട്ടെ. ഓക്കെ സ്റ്റുഡൻസ്, ബൈ ട്ടോ.